ഞങ്ങൾ ഇന്ന് പോകുന്നത് ലണ്ടനിൽ 1966 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന കരീബിയൻ കാർണിവൽ, അതായത് നോട്ടിംഗ് ഹിൽ കാർണിവൽ. ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് ഓൾമോസ്റ്റ് 8 or 9 സ്റ്റോപ്സാണ് നോട്ടിംഗ് ഹിൽ വരെ. ട്രെയിൻ എംറ്റി ആയിരുന്നു. ഞങ്ങൾ കയറുന്ന സമയത്ത് പോയി കൊണ്ടിരിക്കുക ട്രെയിൻ ഫുള്ളായി. നോട്ടിംഗ് ഹിൽ എത്തിയപ്പോഴേക്കും വീണ്ടും ട്രെയിൻ എംറ്റി. എല്ലാവരും കാർണിവലിനുള്ള ആൾക്കാരാണ്. ട്രെയിൻ ഇനി മുമ്പോട്ടേക്ക് പോകാണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് ട്രെയിൻ ഇവിടെ എത്തുമ്പോഴേക്കും എംറ്റി ആയി. കാർണിവലിന് സ്പെഷ്യലായിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസത്തെ പ്രോഗ്രാമാണ്. August 24th and 25th എല്ലാ ഇയറിലും. സ്റ്റേഷനിൽ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ വൈബ് കിട്ടി തുടങ്ങി. മൊത്തം സൗണ്ടും എന്താ പറയുക, കുലുമാലും അതും ഇതും. ഈ നാട്ടിലെ ഉത്സവത്തിനൊക്കെ ചന്തയൊക്കെ ഉണ്ടാവില്ലേ, പി ചന്ത, ആ ഒരു വൈബ്. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാനും എൻ്റെ വൈഫും എൻ്റെ ഫ്രണ്ട് തൻജിയും അവൻ്റെ വൈഫും അങ്ങനെ എല്ലാവരും പോകുന്ന ഡയറക്ഷനിലേക്ക് ഞങ്ങളും നടന്നു. ഇവിടെ എത്തിയപ്പോഴേക്ക് തന്നെ ആ ഒരു ഇതുണ്ടല്ലോ, ഉത്സവത്തിൻ്റെ ഫീലിംഗ്. കുറേ കാലമായി നാട്ടിൽ ഉത്സവമൊക്കെ കൂടിയിട്ട് ഇപ്പോഴാണ് ഒന്ന് റെഡിയായത്. പക്ഷെ നാട്ടിലുത്സവം പോലെയല്ല കേട്ടോ ഇത്. നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും അങ്ങോട്ടേക്കാണ് നടക്കുന്നത്. ഞങ്ങളും അങ്ങോട്ടേക്ക് നടന്നു. കുറേ സ്ട്രീറ്റിൽ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് നമ്മൾ കൊച്ചിൻ കാർണിവലില്ലേ ആ ഒരു വൈബാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വേർഷൻ. കുറേ സ്ട്രീറ്റ് വെഞ്ചേഴ്സ് ഉണ്ട്, ഫുഡ് ആൻഡ് സ്റ്റാഫ്. ആൾക്കാരൊക്കെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഫെസ്റ്റിവൽ മൂഡ്. നല്ല നൈസ് അല്ലേ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബോർഡ് വെച്ച് കുറേ ആൾ നടക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു ബോർഡിൻ്റെ ആൾക്കേ കിട്ടില്ല. റോബോട്ട്സ് എമംഗ് യു ആൻഡ് ബാക്കിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഡെത്ത് ഈസ് എ ലൈ. കിളിയാണ്. അങ്ങനെ കുറേ കിളികളുണ്ട്. ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ 2 മദാമ്മമാർ പുക വിട്ട് കളിക്കുന്നു. അതും സാധാ പുകയല്ല, നല്ല കഞ്ചാവ. ആ ഭാഗം മൊത്തം, ഈ സ്ട്രീറ്റ് മൊത്തം കഞ്ചാവും അതും ഇതും. ബോംബ് ഡിറ്റക്ടറൊക്കെ ഉണ്ട്. എന്തിനാണ് എന്തോ, ബോംബിനല്ല, ചിലപ്പം ഈ ഡ്രഗ്സൊക്കെ ക്യാച്ച് ചെയ്യാനായിരിക്കും. ഇവിടുത്തെ എന്താ പറയുക, വിസിറ്റേഴ്സിനേക്കാളും കൂടുതൽ ഞങ്ങൾ കണ്ടത് പോലീസും ഗാർഡും സ്റ്റാഫൊക്കെയാണ്. ജസ്റ്റ് ഇവിടെ വരാൻ വേണ്ടി ലൊക്കേഷൻ നോക്കാൻ ഗൂഗിളിൽ നോട്ടിംഗ് ഹിൽ കാർണിവലിന് സെർച്ച് ചെയ്യുമ്പം ആദ്യം തന്നെ വന്നത് ഇവിടുത്തെ സ്റ്റാബിങ്ങും കേസസും അതൊക്കെയാണ്. ഇവിടെ മൊത്തം ചോപ്പറും മൊത്തം സർവ്വ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ഇവിടുത്തെ പോലീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആരെയും ഒരു തന്നെ പിടിച്ചുകൊണ്ട് വന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി സൗണ്ടൊക്കെ കൂടി. ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരും കൂടുതലുണ്ട്. എന്തോ വരുന്നുണ്ടെന്ന് മനസ്സിലായി. നമ്മളെ നാട്ടിലെ ഉത്സവത്തിന് ഈ കാഴ്ച പോവില്ലേ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഞങ്ങൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഇതിനെ കാഴ്ച എന്നാ പറയുക. ഈ നൈറ്റിൽ എന്താ ഉത്സവത്തിൻ്റെ കുറേ വണ്ടികളും ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അങ്ങനെ ഒരു വണ്ടി അതിൻ്റെ ചുറ്റും കുറേ ആൾക്കാർ. എനിക്കൊന്ന് ഇത് ഓരോ റീജിയനെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. കരീബിയൻസിന് കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, കുറേ കൺട്രീസിലുള്ള. അപ്പോൾ അവരവരുടെ ടീമായിട്ട് വണ്ടിയും അതിൻ്റെ ആൾക്കാരും. ഇത് ജമൈക്ക ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആ ഫ്ലാഗ് കണ്ടിട്ട് ജമൈക്ക പോലെയുള്ള. ഇവരുടെ ഡാൻസ് സ്റ്റെപ്സും ഇവരുടെ ഈ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര വൾഗറാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ പുള്ളംപേറ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇവിടുത്തെ
ലോക്കൽസോ അല്ലെങ്കിൽ യൂറോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരോട് ഞാൻ എൻ്റെ വൈഫായിട്ട് കാനി കാണാൻ പോയി എന്ന് പറയുമ്പോൾ അവരൊക്കെ ചിരിക്കുക. അവർ പറയാം ഇത് ഫാമിലി സ്പേസ് അല്ല, കുറച്ചുകൂടി എന്താ പറയുക, മനസ്സിലായല്ലോ, ഈ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ള ഒരു ടൈപ്പാണ്, അതുകൊണ്ട് ഫാമിലി സ്പേസ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കായിരുന്നു. ഞങ്ങൾക്ക് ഇതെന്താണെന്ന് പോലും അറിയില്ല, ഈ കേട്ട് പരിചയം വെച്ച് പോയതാ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ സൺഡേ പോയത് കൊണ്ടാണ് ഇത്ര കുറച്ച് എന്താ പറയുക വലിയ ആൾക്കാരില്ല. ഇത് വലിയ ആൾക്കാരല്ല എന്നാണ് കേട്ടെ. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. സൺഡേ ഈ ഫാമിലിയും അതുപോലെ ഇപ്പോൾ ഞങ്ങൾ പോയ പോലെയുള്ള ആൾക്കാരൊക്കെ പോകുന്ന ഒരു ഡേ ആണ്. മൺഡേ അവിടെ ഒരാൾക്ക് കാല് കുത്താനുള്ള സ്പേസ് ഉണ്ടാവില്ല. നമ്മൾ ന്യൂ ഇയറിന് കൊച്ചിയിലൊക്കെ ഇപ്പോൾ ലാസ്റ്റ് 2-3 ഇയേഴ്സ് ഉണ്ടായിട്ടില്ലേ, അതുപോലെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാണ്. ഇന്നലത്തെ വീഡിയോസൊക്കെ കണ്ടു, കാല് കുത്താൻ സ്പേസ് ഇല്ല. നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയപ്പോൾ അടുത്ത ഡാൻസ് ടീമിനെ കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ച അവർ വണ്ടിയുടെ മുകളിലുള്ളതെന്നാണ്. പിന്നെ മനസ്സിലായത് അവർ കാലിൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ ഹൈറ്റ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരും കരീബിയൻസും തമ്മിൽ എന്താ ബന്ധമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ എനിക്കറിയാത്തായിരിക്കും. ഇവിടെ ടയേർഡായിരിക്കുന്ന ഒരു ബാൻഡ് ടീം. ടയേർഡായതാണോ അല്ലെങ്കിൽ മൺഡേക്കുള്ള പ്രിപ്പറേഷൻസ് ആണോ എന്നറിയില്ല, കാണുമ്പോൾ ടയേർഡായിരിക്കുന്ന പോലെയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ വീഡിയോ വ്ളോഗൊന്നും ചെയ്ത് അറിയാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ്. വീണ്ടും അടുത്ത ടീം. അവിടെ നിന്നും കുറച്ചുകൂടി മുമ്പോട്ടേക്ക് നടന്നപ്പോൾ അടുത്ത വലിയ ടീമിനെ കിട്ടി. ഇവിടെ വൻ ക്രൗഡായിരുന്നു. ഇതേത് കൺട്രിയുടേതാണെന്ന് അറിയില്ല, ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ സോങ്ങിൻ്റെ ബാസ് ഉണ്ടല്ലോ, വീഡിയോയിൽ കിട്ടുന്നുള്ള അറിയില്ല. ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ ചെസ്റ്റൊക്കെ ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. ടും 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 ടും. ഉണ്ടല്ലേ ഇവരുടെ ഡാൻസ് സ്റ്റെപ്സൊക്കെ വീഡിയോയിലെടുക്കാൻ പറ്റൂല, അമ്മാതിരി വൽഗറ. പിന്നെ സ്ട്രീറ്റ് കച്ചറാക്കുന്നതിൽ നമ്മൾ ഇന്ത്യക്കാരെക്കാളും ഒരുപടി മുമ്പിലാണ് ഇവരെന്ന് തോന്നുന്നത്. മൊത്തം ഇതിങ്ങാനും നമ്മളുടെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ എന്താ പറയുക, കമൻറ്റ് സെക്ഷനിലും എല്ലാത്തിലും ഇന്ത്യൻസിന് അതറിയില്ല ഇതറിയില്ല എന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഡൈവേർഷൻ എടുത്തു പോവാണ്. ബൈ ഗൈസ്. ഇത്രയും കണ്ടപ്പോഴേക്കും ഞങ്ങൾ തളർന്നു. ഡൈവേർഷൻ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്താ പോലീസ് ആരൊക്കെയോ ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബൈ ഗൈസ്.